कराग्रे वसति लक्ष्मी करमध्ये सरस्वती करमूले सदा गौरी प्रभारे करदर्शन रवये नमः भानवे नमः रवये नमः भानवे नमः समुद्रवसने देवी पर्वतस्तनमण्डिते विष्णुपत्नी नमस्तुभ्यं पादस्पर्शं क्षमस्व मे ഇന്ന് കന്നിമാസത്തിൻ്റെ ആദ്യ നാളാണ്. കന്നിമാസം 1-ാം തീയതി. വിശ്വകർമാവിൻ്റെ നാമം നമ്മുടെ ക്ഷേത്രയാത്രകളിൽ നിരവധി തവണ നാം ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്നും പുരാതനമായ മഹത്തരമായ എല്ലാ ക്ഷേത്രങ്ങൾക്ക് പിന്നിലും വിശ്വകർമാവിൻ്റെ കർമ്മമാണുള്ളത് എന്ന്, നിർമ്മാണ പദ്ധതികളാണുള്ളത് എന്ന് നാം മനസ്സിലാക്കുന്നു. അങ്ങനെ സകല നിർമ്മിതികളുടെയും നാഥനായ ഗുരുവായ ഒരു ഈശ്വര സങ്കല്പത്തെ അല്ലെങ്കിൽ ഗുരുവായി സങ്കല്പിച്ചുകൊണ്ട് വിശ്വകർമാവിനെ, ഋഷിയെ ആരാധിക്കുമ്പോൾ ആ ദിവസത്തിൻ്റെ മുഴുവൻ ശ്രേഷ്ഠതയും മനസ്സിലാക്കിക്കൊണ്ട് ഈ ദിവസം ഗുരുത്വം നിറഞ്ഞു നിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മുടെ കാഴ്ചകൾ ആരംഭിക്കാം. ആദ്യം ചിന്താമൃതം. അറിവമ്മ അലിവമ്മ അമൃതമ്മ അഖിലം നീ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഈശ്വര സ്മരണ ഉണർത്തുന്ന വാക്കുകൾ വേണം ആദ്യം പറയാൻ. ഓം നമഃശിവായ എന്നാൽ ശിവമായിട്ടുള്ളതിനെ നമിക്കുന്നു എന്നാണ് അർത്ഥം. ഒരു കൈ ഉയർത്തി ടാറ്റ പറയുമ്പോൾ തമ്മിൽ അകലുകയാണ്. ഇരു കൈകളും ചേർത്ത് തൊഴുമ്പോൾ ഹൃദയങ്ങൾ പരസ്പരം അടുക്കുന്നു. ജഗദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ വാക്കുകളിലൂടെ പരസ്പരം അറിയുന്ന ഹൃദയങ്ങളുടെ സ്നേഹത്തിൻ്റെ സ്വരഫലത അറിയുവാൻ നമുക്കാകട്ടെ. വിശ്വകർമാവ് എന്ന സങ്കല്പത്തെക്കുറിച്ചാണ് നാം പറയുന്നത്. അത് പറയുമ്പോൾ വിശ്വം, പ്രപഞ്ചം, ആദ്യം സർവം ശൂന്യമായിരുന്നു. അവിടെ ഓംകാരത്തിലൂടെ, ശബ്ദത്തിലൂടെ, ശക്തിയിലൂടെ ആദ്യം ബ്രഹ്മമുണ്ടായി. ആ ബ്രഹ്മമാകട്ടെ നിരാലംബമായിരുന്നു എന്നാണ് പറയുന്നത്. ശൂന്യവും നിരാലംബവുമായിരുന്നു. അവിടെ ആകാശം, ഭൂമി, വായു, ജലം, തേജസ് എന്നിവയൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല സൂര്യൻ, ചന്ദ്രൻ, രുദ്രൻ, ബ്രഹ്മാവ്, ചിത്തം, വിഷ്ണു ഇങ്ങനെ യാതൊന്നും തന്നെ ഇല്ലാത്ത അവസ്ഥയായിരുന്നു. ആ സമയത്ത് അത്രയ്ക്ക് ശൂന്യമായിരുന്ന ബ്രഹ്മം അങ്ങനെ ശൂന്യമായിരിക്കേണ്ട അവസ്ഥയില്ല എന്നും അങ്ങനെ ആ ശൂന്യത്തിൽ നിന്ന് മാറേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആദിശക്തി, ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി, പരാശക്തി എന്നീ 5 ഭാവങ്ങളെ 5 മുഖങ്ങളാക്കിക്കൊണ്ട് പഞ്ചമുഖ ബ്രഹ്മമായി മാറി. 5 മുഖങ്ങളെന്ന് പറയുമ്പോൾ സദ്യോജാതം, വാമനം, അഘോരം, തത്പുരുഷം, ഈശാനം എന്നിങ്ങനെ 5 മുഖങ്ങൾ. അങ്ങനെ പഞ്ചമുഖ ബ്രഹ്മമുണ്ടായി എന്ന്
മത്സ്യപുരാണത്തിൽ പറയുന്നു. പഞ്ചമുഖ ബ്രഹ്മമുണ്ടായി എങ്കിൽ ആ പഞ്ചമുഖ ബ്രഹ്മം തന്നെയാണ് വിശ്വകർമാവ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. വിശ്വകർമാവ് എന്ന ഭാവത്തെ തന്നെയാണ് നാം അടുത്തറിയാൻ പോകുന്നത്. വിശ്വകർമാവിന് 5 മുഖങ്ങളാണ് ഉള്ളത്. 5 മുഖങ്ങൾക്ക് 5 നിറങ്ങളാണ്. സദ്യോജാത മുഖത്തിന് വെളുത്ത നിറം. അത് കഴിഞ്ഞാൽ വാമദേവമുഖം, വാമദേവ ഭാവത്തിനുള്ളത് ഇരുണ്ട നിറമാണ്. ഇനി അടുത്തതായുള്ളത് അഘോരഭാവമാണ്. അഘോരമുഖത്തിന് ചുവന്ന നിറവും ഈശാന മുഖത്തിന് നീല നിറവും തത്പുരുഷ ഭാവത്തിന് ഉള്ളത് മഞ്ഞ നിറവുമാണ്. 10 കൈകളോടുകൂടി മഞ്ഞ വസ്ത്രം ധരിച്ച് കർണകുണ്ഡലങ്ങളോട് കൂടിയുള്ളതാണ് വിശ്വകർമാവിൻ്റെ രൂപം. മാത്രമല്ല പുഷ്പമാല, സർപ്പയജ്ഞോപവീതം, രുദ്രാക്ഷമാല, ഡമരു, വീണ, താമര, ശംഖ്, ചക്രം തുടങ്ങിയുള്ള നിരവധിയായ ആയുധങ്ങളും പുഷ്പങ്ങളും അങ്ങനെയുള്ള എല്ലാ വസ്തുക്കളും കൈകളിൽ കാണുവാനാകുന്നു. ലോകത്തിലെ എല്ലാ കലാകാരന്മാരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വിശ്വകർമാവിൻ്റെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിക്കുന്നവരാണ്. തങ്ങളുടെ കലയെ അറിയുമ്പോഴെല്ലാം അവർ അറിഞ്ഞോ അറിയാതെയോ വിശ്വകർമാവിനെ വന്ദിക്കുന്നുണ്ട്. പഞ്ചഗോത്രങ്ങളും വിശ്വകർമാവിൽ നിന്നുണ്ടായി വന്നു എന്ന് വിശ്വസിക്കപ്പെടുമ്പോൾ ദേവലോകത്തെ ശില്പിയായി പറയപ്പെടുന്നുണ്ട് വിശ്വകർമാവിനെ. എന്നാൽ കേരളപ്പൂവിൽ അതിപ്രസിദ്ധമായ 2 ക്ഷേത്രഭൂമികൾ നിർമ്മിച്ചത് വിശ്വകർമാവാണ് എന്നൊരു വിശ്വാസമുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഏറ്റുമാനൂരെ ശിവക്ഷേത്രം. വിശ്വകർമാവിനാൽ തന്നെ നിർമ്മിതമെന്ന് വിശ്വസിക്കപ്പെടുന്നു മറ്റൊരു പ്രസിദ്ധമായ ക്ഷേത്രഭൂമിയുണ്ട് കേരളഭൂവിൽ. ശ്രീകൃഷ്ണൻ ആരാധിച്ചിരുന്ന വിഗ്രഹം പിന്നീട് ഗുരുവായ ബൃഹസ്പതിയുടെ കയ്യിലെത്തിയപ്പോൾ അത് ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠിച്ച പ്രദേശം, അതെ ഗുരുവായൂർ വിഗ്രഹപ്രതിഷ്ഠ നടത്തിയപ്പോൾ അവിടെ വിശ്വകർമാവ് തന്നെ ക്ഷേത്രം നിർമ്മിക്കണമെന്ന് ദേവന്മാർ ശ്രീകൃഷ്ണൻ ഉൾപ്പെടെ മഹാവിഷ്ണു ഉൾപ്പെടെ ആഗ്രഹിച്ചിരുന്നു. അത്രേ അങ്ങനെ വിശ്വകർമാവാണ് ഗുരുവായൂർ അമ്പലം പണി കഴിപ്പിച്ചത്. ഈ ഒരു വിശ്വാസത്തെ അറിയുമ്പോൾ കേരളപ്പൂവിൽ അതിപ്രസിദ്ധമായ നിരവധി ക്ഷേത്രങ്ങളിൽ വെച്ചിട്ട് നാം വിശ്വകർമാവിൻ്റെ നാമം പറഞ്ഞിട്ടുണ്ട്, എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. വിശ്വകർമാവ് എന്ന സങ്കല്പം അത്രയ്ക്ക് ബൃഹത്തരമാണ് എന്ന് മനസ്സിലാക്കും. അഞ്ചുമന ദേവീക്ഷേത്രം. ഈ ക്ഷേത്രഭൂമിയും വിശ്വകർമാവിന് ഏറെ പ്രാധാന്യം നൽകുന്ന ക്ഷേത്രഭൂമിയാണ്.
വിശ്വകർമാവിന് സാന്നിധ്യമുള്ള ക്ഷേത്രഭൂമികൾ അന്വേഷിച്ച് യാത്ര നടത്തുകയാണെങ്കിൽ കേരളത്തിൽ വിരലിലെണ്ണാവുന്ന ക്ഷേത്രങ്ങളിൽ മാത്രമാണ് വിശ്വകർമാവിന് പ്രതിഷ്ഠയുള്ളത്. അതിൽ ഒന്നായ അനന്തപുരിയിലെ ഖരമുനി തപസ് ചെയ്തിരുന്ന പ്രദേശമായ കരമനയിൽ ഉജ്ജയിനി മഹാകാളി ക്ഷേത്രത്തിന് തൊട്ടരികിൽ നിന്ന് കരമനയിൽ നിന്ന് നെടുങ്കാടേക്കുള്ള വഴിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഇടത്തോട്ടുള്ള മാർഗം 300 മീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് വിശ്വകർമ്മ ക്ഷേത്രഭൂമിയിലെത്താം. കരമനയിലെ വിശ്വകർമ്മ ക്ഷേത്രം വിശ്വകർമാവിന് സാന്നിധ്യമുള്ള, എന്നാൽ വിശ്വകർമാവ് എന്ന സങ്കല്പത്തിൻ്റെ എല്ലാ പൂർണ്ണതകളും ഒത്തുചേരുന്ന ഒരു ക്ഷേത്രഭൂമിയിലാണ് നാം എത്തി നിൽക്കുന്നത്. എത്തുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് പഞ്ചമുഖങ്ങളോട് കൂടിയുള്ള വിശ്വബ്രഹ്മാവ് എന്ന സാന്നിധ്യത്തിലുള്ള വിശ്വകർമ്മ സാന്നിധ്യം തന്നെയാണ്. ഋഷി തുല്യമായ ഭാവം അല്ലെങ്കിൽ ഋഷി തന്നെയാണ് എന്ന് പറയുമ്പോൾ ഋഷിപഞ്ചമി നാളിലുമൊക്കെ പ്രാധാന്യം നടക്കുന്നത്. ഋഷിപഞ്ചമിക്കും നാഗപഞ്ചമിക്കും ഒക്കെ പ്രാധാന്യം നൽകുന്ന ഒരു ക്ഷേത്രഭൂമിയിലാണ് നാം നിൽക്കുന്നത്. ഈ ലോകത്തിലെ ശ്രേഷ്ഠമായ സകല നിർമ്മിതികളുടെയും നാഥൻ, സകല നിർമ്മിതികളുടെയും ഗുരു, ആ ഭാവമാണ് വിശ്വകർമാവിനുള്ളത്. എന്നാൽ അതേ വിശ്വകർമാവ് ഗുരുതുല്യമായി മാറുമ്പോൾ ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ തത്വവും അതിൽ ഒത്തുചേരുന്നു. അതായത് ജീവനിലേക്ക്, ആത്മാവിലേക്ക്, പ്രകൃതിയുടെയും പുരുഷൻ്റെയും പ്രകൃതി പുരുഷ സംഗമം എന്നതുപോലെ തന്നെ സത്യമായി തീരുന്ന ജീവൻ്റെ സത്യങ്ങൾ അതെല്ലാം വിശ്വകർമ്മ സങ്കല്പവുമായും ഒത്തുചേരുന്നുണ്ടെന്ന് മനസ്സിലാക്കാനാകും. കരമനയിലെ വിശ്വകർമ്മ ക്ഷേത്രഭൂമിയിലെ പ്രതിഷ്ഠാവിശേഷങ്ങൾ പറഞ്ഞു തരുന്നത് തന്നെയാണ്. യഥാർത്ഥത്തിൽ നാം പറഞ്ഞു കഴിഞ്ഞു, വിശ്വകർമാവ് മനു, മയ, ത്വഷ്ട, ശില്പി, വിശ്വജ്ഞ, ഇങ്ങനെ 5 ഭാവങ്ങളാണുള്ളത് എന്ന്. ഈ 5 ഭാവങ്ങളെ പഞ്ചഭൂതങ്ങളുമായി കൂടി ബന്ധപ്പെടുത്താറുണ്ട്. അങ്ങനെ ആ ഒരു ഭാവങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷ്ഠാവിശേഷമുള്ള ശ്രീകോവിലാണ് ഇവിടെ കരമന വിശ്വകർമ്മ ക്ഷേത്രത്തിനുള്ളത്. ആ ക്ഷേത്രഭൂമിയിൽ നാം ആദ്യം തന്നെ വരുമ്പോൾ ത്വഷ്ടബ്രഹ്മാവ് അല്ലെങ്കിൽ മഹാമേരു എന്നീ സങ്കല്പങ്ങളൊക്കെ അങ്ങനെ ഒരു സങ്കല്പത്തിൻ്റെ നാമങ്ങൾ എഴുതി ചേർത്തിരിക്കുന്നത് കാണാം. അതിന് തൊട്ട് താഴെയുള്ള വിശ്വരൂപങ്ങൾ അല്ലെങ്കിൽ വിഗ്രഹരൂപങ്ങൾ സവിശേഷമായ ശ്രദ്ധയെ ആകർഷിക്കുന്നത് തന്നെയാണ്. പഞ്ചമുഖങ്ങളോടുകൂടിയുള്ള ദേവീഭാവവും ദേവരൂപവും നമുക്കിവിടെ കാണാം. പഞ്ചമുഖത്തോടു കൂടിയുള്ള ദേവരൂപമാണ് വിശ്വബ്രഹ്മാവ് എന്നറിയാമല്ലോ. തൊട്ടരികിലായുള്ളത് ഗായത്രി ദേവിയാണ്. എന്നാൽ ഈ 2 വിഗ്രഹങ്ങൾക്കും നേരെ പുറകിലായി ബ്രഹ്മാവിനെ തന്നെ നമുക്ക് കാണാനാകും. അതിനും പുറകിൽ മഹാമേരുവിൻ്റെ പ്രതിഷ്ഠയുമുണ്ട് ഇവിടെ. അത് കഴിഞ്ഞാൽ പിന്നീട് ഓരോ ശ്രീകോവിലായിട്ട് ശിവ സാന്നിധ്യമായി മനു ബ്രഹ്മ എന്ന സങ്കല്പം ശിവസാന്നിധ്യമായി മാറുന്നത്. പിന്നെ സൂര്യനെ ആരാധിച്ചുകൊണ്ട് സൂര്യസങ്കല്പം, അങ്ങനെ വിശ്വജ്ഞ എന്ന സങ്കല്പത്തിൽ സൂര്യൻ വരുന്നത്. അതുപോലെ തന്നെ വിഷ്ണു എന്ന സങ്കല്പം ഇവിടെ ആകുമ്പോഴേക്കും മയബ്രഹ്മൻ എന്നായി മാറുന്നു. അങ്ങനെ ഈ ഒരു 5 വിഭാഗങ്ങളെയും പഞ്ചഭൂതങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ശ്രീകോവിൽ സങ്കല്പം, മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരു ക്ഷേത്ര സങ്കല്പം നമുക്കിവിടെ കാണുവാനാകും. ഇത് ബ്രഹ്മസ്ഥാനവുമായി വളരെയേറെ യോജിച്ച് നിൽക്കുന്ന രീതിയിലുള്ള, എന്നാൽ ഈശ്വരമൂർത്തികൾ വ്യത്യസ്തമാണെങ്കിൽ അങ്ങനെ ഒരു ശ്രീകോവിലിന് ഇത്ര മനോഹാരിത വരുമ്പോൾ ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ സകല നിർമ്മിതികളുടെയും, അതായത് ഇരുമ്പ് കൊണ്ടുള്ള നിർമ്മാണമായാലും ശരി, അതല്ല എങ്കിൽ സ്വർണം കൊണ്ട്, അതല്ല ശില്പങ്ങളാണെങ്കിലും, അങ്ങനെ കലാപരമായി ചേർന്ന് നിൽക്കുന്ന എല്ലാ സൃഷ്ടികളുടെയും നിർമ്മിതികളുടെയും ഗുരുനാഥനാണ് വിശ്വകർമാവ് എന്ന് തന്നെ നമുക്ക് ഇവിടെ വെച്ച് ഉറപ്പിച്ചു പറയാനാകും. കേരളത്തിൽ അപൂർവമാണ് വിശ്വകർമ്മ ക്ഷേത്രങ്ങൾ. അതുകൊണ്ട് തന്നെ വിശ്വകർമ്മ ക്ഷേത്ര സാന്നിധ്യമുള്ളൊരു ഭൂമിയിൽ പൂജകൾ വ്യത്യാസമായിരിക്കുമെന്ന് മനസ്സിലാക്കാമല്ലോ. എന്താണ് നമുക്ക് ഈ ഒരു വിശ്വകർമ്മ ജയന്തി നാളിൽ ഈ ക്ഷേത്രഭൂമിയിൽ എത്തി നിൽക്കുമ്പോൾ വിശ്വകർമ്മ ക്ഷേത്രത്തിൽ, ഇവിടുത്തെ കരമന വിശ്വകർമ്മ ക്ഷേത്രത്തിൻ്റെ പൂജാരീതികൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ക്ഷേത്രതന്ത്രിയിൽ നിന്ന് തന്നെ നേരിട്ട് മനസ്സിലാക്കാം. നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് ഈ ഒരു ഇവിടുത്തെ ഒരു പൂജകളും എല്ലാ ദിവസവും നിത്യവുമുള്ള പൂജകളും അതുപോലെ തന്നെ ഇപ്പോൾ വിശ്വകർമ്മ ജയന്തി നാളിലുള്ള പൂജകളും എങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്? എല്ലാ ദിവസവും രാവിലെ 5:30-ക്ക് നട തുറക്കുകയും അതിന് പ്രത്യേക ശാന്തിയുണ്ട്. 5:30-ക്ക് നട തുറക്കുകയും ഗണപതി ഹോമം, പഞ്ചമുഖ ഗണപതിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ആ പഞ്ചമുഖ ഗണപതിക്ക് ഗണപതി ഹോമവും അതോടൊപ്പം തന്നെ ദേവസങ്കല്പത്തിൽ പഞ്ചഋഷി ഹോമവും ചെയ്യുന്നു. ഈ പഞ്ചഋഷി ഹോമത്തിൻ്റെ പ്രധാന ഇതെന്നുള്ളത് കർമ്മദോഷ പരിഹാരത്തിന് ചെയ്യുന്ന ഒരു ഹോമവും കൂടിയാണ്. അപ്പോൾ അത് എല്ലാ ദിവസവും നടത്താറുണ്ട്. കർമ്മദോഷ പരിഹാരത്തിനുള്ള പ്രത്യേക പൂജകൾ നടത്തുന്നു. അതുപോലെ തന്നെ വാസ്തുദോഷ പരിഹാരത്തിനുള്ള പൂജ,
എല്ലാ വ്യാഴാഴ്ച തോറും നടക്കുന്നുണ്ട്. എല്ലാ നിർമ്മിതികളുടെയും അധിപനായി ഗുരുവായി വിശ്വകർമാവ് നിലകൊള്ളുന്നതുകൊണ്ട് തന്നെ വാസ്തുദോഷങ്ങൾ തീർക്കുവാനുള്ള പൂജകൾ നമുക്ക് ഇതിനു മുൻപ് നമുക്ക് കേട്ടുള്ളത് പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രത്തിലാണ് വാസ്തുദോഷ പരിഹാര പൂജകളുള്ളത്. അതുപോലെ തന്നെ കരമനയിൽ ഇതൊരു നന്നേ ചെറിയൊരു ക്ഷേത്രഭൂമിയാണ് എങ്കിലും വിശ്വാസങ്ങളും ആചാരങ്ങളും വളരെ വലുതായ രീതിയിൽ ബൃഹത്തായ രീതിയിൽ ആചരിച്ചു പോരുന്ന അത് അതിൻ്റെ നിഷ്ഠയ്ക്കനുസരിച്ച് തന്നെ കൊണ്ടുപോകുന്ന ഒരു ക്ഷേത്രഭൂമിയാണെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം. മംഗളം ദേവദേവായ രാജരാജായ മംഗളം മംഗളം നാഥനാഥായ കാലകാലായ മംഗളം കാലകാലായ മംഗളം. അപ്പോൾ ഈ വാസ്തുപൂജ അല്ലാതെ പിന്നെ പ്രത്യേകിച്ചുള്ള പൂജകൾ എന്തൊക്കെയാണ്? വാസ്തുപൂജ അല്ലാതെ ഉള്ളത് പിന്നെ ഗുരുദക്ഷിണ ഒരു പ്രധാന ചടങ്ങാണ്. അപ്പോൾ ഗുരുദക്ഷിണ എന്നുള്ളത് 125 ഗോത്രസങ്കല്പത്തിലാണത് ചെയ്യുന്നത്. ഗോത്രസങ്കല്പം എന്നുള്ളത് സാനക സനാതന ഋഷി ഗോത്രങ്ങളായ 5 ഗോത്രങ്ങളിൽ നിന്നും അവർ 5 ഋഷീശ്വരന്മാരെ സൃഷ്ടിച്ചതായിട്ട് ചരിത്രത്തിലുണ്ട്. അങ്ങനെ 25 പേരും ആ 25 പേരിൽ വീണ്ടും 5 വീതം വരുമ്പോൾ 125 ഋഷീശ്വരന്മാരുടെ ഗോത്രങ്ങളാണ് നമ്മുടെ ലോകം മുഴുവനും പരന്നു കിടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിലൊരു 47 ഗോത്രങ്ങളോളം ആണ് ബ്രാഹ്മിൺസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. 125 ഗോത്രങ്ങൾ മറ്റിതര സമുദായ മത ജാതിമത വ്യത്യാസമില്ലാതെ ഈ ഗോത്രങ്ങൾ നിലവിലുള്ളതാണ്. ആ സങ്കല്പത്തിലാണ് ഈ 125 കോയിൻ ഉപയോഗിക്കുന്നത്. ഒരു വെറ്റില ശാസ്ത്രത്തിൽ ഒരു വെറ്റ എന്നുള്ളത് ദുഃഖവും 2 വെറ്റ ശുഭവും 3 വെറ്റ എന്നുള്ളത് കലകവുമാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഹിന്ദുക്കളെല്ലാം 3 വെറ്റയാണ് കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഇവിടുത്തെ എല്ലാ പൂജാവിധികളിലും 2 വെറ്റ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അങ്ങനെ 2 വെറ്റയും ഒരു അടയ്ക്കയും 125 കോയിനും വെച്ചാണ് സ്വയം പ്രാർത്ഥിച്ചുകൊണ്ടാണ് ദേവന് സമർപ്പിക്കുന്നത്. അതും മറ്റൊരു രീതിയാണ്. ഇവിടെ നമുക്ക് സ്വയം പ്രാർത്ഥിക്കാനുള്ള മുന്നിൽ വന്നു നിന്ന് നമുക്കറിയുന്ന മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടുള്ള സ്വയം പൂജകൾക്കാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം എന്നൊരു വിശ്വാസവുമുണ്ട്. മംഗളം ദേവദേവായ രാജരാജായ മംഗളം മംഗളം നാഥനാഥായ കാലകാലായ മംഗളം കാലകാലായ മംഗളം. കരമനയിലെ വിശ്വകർമ്മ ക്ഷേത്രത്തിൽ നാഗസ്ഥാനമുണ്ട്. നാഗസ്ഥാനത്തിന് വലിയ പ്രാധാന്യവുമുണ്ട്. 5 എന്ന സംഖ്യയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഈ ക്ഷേത്രഭൂമിയിൽ നാഗവിഗ്രഹങ്ങളും 5 തന്നെയാണ് എന്ന് കാണാം. സർപ്പരാജാവും നാഗരാജാവ്, നാഗയക്ഷി, നാഗകന്യക, പിന്നെ കൃഷ്ണനാഗം, അതുപോലെ രാഹു, ഇത്രയും സാന്നിധ്യമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ രാഹുർ ദോഷ നിവാരണത്തിന് പ്രത്യേക പൂജകൾ ഇവിടെ പതിവുണ്ട്. അത് ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ ഏറ്റവും വേണ്ടുന്ന രീതിയിൽ നിഷ്ഠയോടുകൂടി തന്നെ ചെയ്യുന്നുമുണ്ട്. ഇനി മറ്റൊരു പ്രത്യേകതയുള്ളത് 5 നാഗവിഗ്രഹങ്ങൾ ഇവിടെ ഉണ്ട് എങ്കിൽ ഇവിടെ ഗണപതി പഞ്ചമുഖത്തോടു കൂടിയാണുള്ളത്. പഞ്ചമുഖ ഗണപതിയുടെ ശക്തി സാന്നിധ്യം വളരെയേറെയാണെന്ന് അറിയാമല്ലോ. അങ്ങനെ പഞ്ചമുഖ ഗണപതി സാന്നിധ്യമുള്ളിടത്ത് എല്ലാ ഈശ്വരമൂർത്തികളുടെയും ഗണപതിയുടെ ഓരോ മുഖത്തും ഓരോ ഈശ്വര സാന്നിധ്യം ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ 30 മുക്കോടി ദൈവ സാന്നിധ്യവും പഞ്ചമുഖ ഗണപതിയുള്ള സാന്നിധ്യത്തിൽ വന്നു ചേരുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇവിടെ ഗണപതി ഹോമത്തിനും വലിയ പ്രാധാന്യം കൊടുക്കുന്നു. സകല കർമ്മങ്ങൾക്കും ഉണർവുണ്ടാകേണ്ട ദിവസമാണിന്ന്. യഥാർത്ഥത്തിൽ എല്ലാ കർമ്മ പദ്ധതികളും ഏറ്റവും പുതുതായി തുടങ്ങുവാൻ ഏറ്റവും ഉചിതമായ ദിവസവും കന്നി 1-ാം തീയതി തന്നെ. കാരണം കേരളത്തിലെ അല്ലെങ്കിൽ ഭാരതീയമായ എല്ലാ അപൂർവമായ നിർമ്മിതികളുടെയും ഗുരുനാഥനാണ്, ഗുരു സാന്നിധ്യമാണ് വിശ്വകർമാവ് എന്ന സാന്നിധ്യത്തിലൂടെ മനസ്സിലാക്കുന്നത്. എല്ലാ കലാകാരന്മാരിലെയും സത്യവും തത്വവും വിശ്വകർമാവിൽ ഉൾക്കൊള്ളുന്നു. എല്ലാ ജീവൻ്റെയും ഹൃദയതാളങ്ങൾ വിശ്വകർമാവിൽ ഉൾക്കൊള്ളുന്നു. നല്ല കർമ്മങ്ങൾക്ക് വേണ്ടി ശ്രദ്ധാപൂർവം മനസ്സിനെ തയ്യാറാക്കുക, ചിന്തകളെ തയ്യാറാക്കുക, പ്രവൃത്തിയെ തയ്യാറാക്കുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.